സംസ്ഥാനത്ത് ഒരു സിനിമാ കാലം കൂടി കടന്നു പോവുകയാണ്. ഇന്ന് സമാപനമാണ്. മുഖ്യമന്ത്രി വൈകിട്ട് ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. അത് IFFK കുറിച്ച് പറയുമ്പോൾ ഒരു സമാനതകളില്ലാത്ത, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിൽ 19 സിനിമകൾക്ക് ആദ്യഘട്ടത്തിൽ കേന്ദ്രം ഒരു വിലക്ക്, അനുമതി വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് വലിയ തരത്തിൽ അത് സിനിമാ മേഖലയിലും അതുപോലെ തന്നെ ഈ IFFK വേദിയിലും ചർച്ചയാകുന്നു. അതിനുശേഷം സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം വരുന്നു. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കണമെന്നുള്ളൊരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അവസാന ദിവസം അതിൽ നിന്നും പിന്നോട്ട് പോയി 6 സിനിമകൾക്ക് വിലക്ക് തുടരും. അത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തത് കൊണ്ട് 6 സിനിമയ്ക്ക് വിലക്ക് തുടരുമെന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. അങ്ങനെ ചലച്ചിത്ര അക്കാദമിയും സർക്കാരും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരുന്ന ഒരു വിവാദ അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അക്കാദമി ചെയർമാനായ റസൂൽ പൂക്കുട്ടിയുടെ അസാന്നിധ്യമായിരുന്നു. അതും വലിയ തരത്തിൽ വിമർശന വിധേയമായി. അതുപോലെ തന്നെ 2022 ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്ന ദീപിക സുശീലൻ വലിയ തരത്തിൽ ഒരു സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ പല ഉത്തരങ്ങൾ കേരള ചലച്ചിത്ര അക്കാദമിക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് സമാപനമാണ്. ഇന്നും 11 സിനിമകൾ വിവിധ തിയേറ്ററുകളിൽ, അത് ടാഗോറും കൈരളിയും നിളയും ശ്രീയും അടക്കമുള്ള വിവിധ തിയേറ്ററുകളായി പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള സംവിധായകൻ സയ്യിദ് മിശ്രയെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള മൗറിത്തീനിയൻ സംവിധായകനായിട്ടുള്ള അബ്ദെ റഹ്മാൻ സിസാക്കോ, അദ്ദേഹത്തിനുള്ള പുരസ്കാരവും മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടത്തെ ചടങ്ങിൽ സമ്മാനിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 11 സിനിമകളുടെ പ്രദർശനം കൂടി പൂർത്തിയായാൽ ലോക സിനിമകൾ, അത് പലതരത്തിലും പ്രേക്ഷക പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സിനിമാ കാലത്തിന് കൂടി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്.